1147 പദ്ധതികളുടെ വിജയകരമായ നിർവഹണത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതൊക്കെ അറിയപ്പെടുന്ന വസ്തുക്കളാണല്ലോ. ഇത് കേരളത്തിൽ ഒന്നും ശരിയാവില്ല എന്ന് വാദിച്ചവരെയും വിഭവങ്ങളുടെ അഭാവത്തിൽ ആകെ മുരടിക്കുന്ന അവസ്ഥയിൽ കേരളം അടിഞ്ഞു കിടന്നുകൊള്ളും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരെയും ഒട്ടൊന്നുമല്ല പരിഭ്രമിപ്പിച്ചത്. വഴിയില്ലാത്തടത്ത് വഴി വെട്ടുകയായിരുന്നു, മരവിപ്പിനെ മുറിച്ചു കടക്കുകയായിരുന്നു. അതാണ് LDF സർക്കാർ ചെയ്തത്. 25 or 50 വർഷം കാത്തിരുന്നാൽ മാത്രം ഒരുപക്ഷെ നടന്നേക്കാവുന്ന കാര്യങ്ങൾ, അത്യന്താപേക്ഷിതമായ അടിസ്ഥാന സൗകര്യ വികസന കാര്യങ്ങൾ, ഇവ ഒട്ടും കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്യുക. അതും ഭാവി വരുമാനത്തെ സെക്യൂരിറ്റൈസ് ചെയ്തുകൊണ്ട് വിദൂര ഭാവിയിലേത് സമീപഭാവിയിലേക്ക് അടുപ്പിക്കുക. ഭാവി പദ്ധതികളെ വർത്തമാനകാലത്ത് നടപ്പാക്കുക. ഇതാണ് ഉണ്ടാവുന്നത്. വരുമാനത്തിൻ്റെ ചെറിയൊരു പങ്ക് വർഷം തോറും കിഫ്ബിക്ക് സർക്കാർ വിഹിതമായി നൽകിക്കൊണ്ടും കിഫ്ബി തനതായി വിഭവസമാഹരണം നടത്തിക്കൊണ്ടും പശ്ചാത്തല സൗകര്യ വികസനം ഉടനടി സാധ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ കൈവരിച്ചത്. കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചതിലൂടെ പ്ലാൻ ഫണ്ടിന് പുറമേയുള്ള അധിക വിഭവസമാഹരണവും അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളിൽ കിഫ്ബിയുടെ പണം എന്നത് നിങ്ങളുടെ ആരുടെയും തറവാട്ട് സ്വത്ത് വിറ്റ് ബാങ്കിലിട്ടിരിക്കുന്ന പണമല്ല എന്നായിരുന്നു വാചകങ്ങളിൽ ഒന്ന്. സർ, തറവാടും സ്വത്തുമൊക്കെയായി അദ്ദേഹം ഇപ്പോഴും കാര്യങ്ങളെ അങ്ങേയറ്റം യാഥാസ്ഥികമായി കാണുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ കിഫ്ബി എന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നൂതനവും ധീരവുമായ കാൽവെപ്പാണ്. വികസനത്തിൻ്റെ ബദൽ മാതൃകയാണ്. അതിൻ്റെ നേട്ടങ്ങൾ അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല. യാഥാസ്ഥിക കാഴ്ചപ്പാടുകളുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നതിൽ അത്ഭുതവുമില്ല. സർ, പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആക്ഷേപം. ഇവിടെ കുറച്ച് പഴയ കണക്കുകൾ കൂടി നോക്കാം. ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന 3 വർഷത്തെ ആകെ മൂലധന ചെലവ് 16,049 കോടി രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷത്തിലെ കിഫ്ബിയിലൂടെ മാത്രമുള്ള മൂലധന ചെലവ് ഇതിലധികമാണ്. 17,857 കോടി രൂപയാണ് ബജറ്റിന് പുറമെ കഴിഞ്ഞ 3 വർഷത്തിൽ കിഫ്ബിയിലൂടെ മാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയത്. ഈ LDF സർക്കാരിൻ്റെ കഴിഞ്ഞ 3 വർഷത്തിലെ മൂലധന ചെലവ് മാത്രം എടുക്കുക, അത് 41,773 കോടി രൂപയാണ്. ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിനേക്കാൾ 2.6 മടങ്ങാണ് എന്നതാണ് വസ്തുത. ഇനി സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഒരുമിച്ച് കണക്കാക്കിയാൽ ഇത് കഴിഞ്ഞ 3 വർഷത്തിൽ 59,630 കോടി രൂപയാണ്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിൻ്റെ 3.72 മടങ്ങ്. ഇത്തരത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള മൂലധന ചെലവ് ബജറ്റിലൂടെ ഉയർത്തുന്നതിന് പുറമെ കിഫ്ബിയിലൂടെയും കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തത്. ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയത്. കിഫ്ബിയുടെ മസാല ബോണ്ടും AFD മുഖേന കൊച്ചി മെട്രോ സമാഹരിച്ച വായ്പയും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസങ്ങൾ പ്രതിപക്ഷ നേതാവിന് കൃത്യമായി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഈ വിഷയം സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും വിശദമായ വിവരങ്ങൾ സഭയിൽ സമർപ്പിക്കപ്പെട്ടുള്ളതുമാണ്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമാവാം. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി ഫ്രഞ്ച് കമ്പനിയായ AFDയിൽ നിന്നും എടുത്ത വായ്പയെ
കിഫ്ബിയുടെ മസാല ബോണ്ടുമായി താരതമ്യം ചെയ്യുവാൻ കഴിയില്ല. അഥവാ അതിന് ശ്രമിക്കുന്നെങ്കിൽ അതിനു മുൻപ് $ഡോളറിലോ യൂറോയിലോ ഉള്ള വായ്പയെ ഇന്ത്യൻ കറൻസി അടിസ്ഥാനമാക്കിയുള്ള മസാല ബോണ്ടിലേക്ക് പരിവർത്തനപ്പെടുത്തേണ്ടതുണ്ട്. സർ, ഇത് പരിശോധിച്ചാൽ കാണുക, അന്ന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് കിഫ്ബിക്ക് വിദേശ ധനകാര്യ വിപണിയിൽ നിന്ന് പണം ലഭിച്ചത്. കിഫ്ബിയുടെ ബോണ്ടിന് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഒന്നും തന്നെയില്ല. എന്നാൽ കൊച്ചി മെട്രോയുടെ AFD വായ്പയിൽ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ട്. കരാർ പ്രകാരം ഈ തുക കേരള സർക്കാർ വഹിക്കേണ്ടതുമാണ്. കിഫ്ബിയിലെ CAG ഓഡിറ്റ് സംബന്ധിച്ചുള്ളതാണ് മറ്റൊരാക്ഷേപം. CAG ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 101 ആവർത്തിച്ച ഇല്ലാ കഥയാണ് ഇത്തവണയും പ്രതിപക്ഷ നേതാവിൻ്റെ നാവിൽ നിന്ന് വന്നത്. കിഫ്ബിയിൽ CNAG ഓഡിറ്റ് നടക്കുന്നില്ല, അത് നടത്താൻ അനുവദിക്കുന്നില്ല എന്നൊക്കെയാണ് ആക്ഷേപം. തികച്ചും വസ്തുതാവിരുദ്ധമായ ആക്ഷേപമാണിത്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റ് എന്ന വിഷയം ഈ സഭയിൽ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കിഫ്ബിയിൽ CNAGയുടെ ഓഡിറ്റിന് ഒരു തടസ്സവുമില്ല എന്ന സത്യം ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ വീണ്ടും ആവർത്തിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പരമോന്നത ഓഡിറ്റിംഗ് സ്ഥാപനമെന്ന നിലയിൽ CNAGക്ക് കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള പൂർണ്ണ അധികാരം DPC ആക്ട് സെക്ഷൻ 14 നൽകുന്നുണ്ട്. സത്യം ഇതാണ്. ഇതിരിക്കെ കിഫ്ബിയെ ഓഡിറ്റ് ചെയ്യുന്നതിന് CNAGയെ സർക്കാർ പ്രത്യേകം ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും അനാവശ്യ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കിഫ്ബിയിൽ പൂർണ്ണമായ CNAG ഓഡിറ്റിങ്ങിന് സർക്കാർ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യവുമാണ്. കിഫ്ബിയിൽ ആക്ട് പ്രകാരം നിലനിൽക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുകൾക്കൊപ്പം CNAGയുടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. CNAG ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, റിസ്ക് ബേസ്ഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്, കൺകറൻ്റ് ഓഡിറ്റ് തുടങ്ങിയ ഓഡിറ്റുകളൊക്കെ കിഫ്ബിയിൽ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണ് തോന്നുന്നത്. 2023-24 സാമ്പത്തിക വർഷം വരെയുള്ള കിഫ്ബിയുടെ എല്ലാ വരവ് ചെലവ് കണക്കുകളും പദ്ധതികൾ സംബന്ധിച്ച രേഖകളും CNAG ഓഡിറ്റിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. 2020-21 മുതൽ 2023-2024 വരെയുള്ള കഴിഞ്ഞ 4 വർഷത്തെ CNAG ഓഡിറ്റ് 2024 ഒക്ടോബർ 21 മുതൽ ഡിസംബർ 12 വരെ കിഫ്ബിയിൽ നടന്നു. 53 ദിവസത്തോളം കിഫ്ബിയിൽ CAG സംഘം പരിശോധന നടത്തിയിട്ടുണ്ട്. അവർ ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും കിഫ്ബി മറുപടിയും നൽകിയിട്ടുണ്ട്. CNAG ഓഡിറ്റ് റിപ്പോർട്ടുകൾ അസംബ്ലിയിൽ വെക്കുന്നില്ല എന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായ ഒന്നാണ്. 22/1/2021 നിയമസഭയുടെ മേശപ്പുറത്ത് സമർപ്പിക്കപ്പെട്ട കിഫ്ബിയെക്കുറിച്ചുള്ള CNAG ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടു എന്ന് കണ്ടെത്തിയതിനാൽ നിയമസഭ അതിനെ ഐകകണ്ഠേന നിരാകരിച്ചു എന്നതിൽ നിന്ന് തന്നെ അത് അസംബ്ലിയുടെ പരിഗണനയ്ക്ക് വന്നു എന്ന് തെളിയുന്നുണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിയുന്നില്ല എന്നാണോ ധരിക്കേണ്ടത്? ഇതിനു പുറമെ കിഫ്ബിയുടെ സാമ്പത്തിക വിശ്വാസ്യത സംബന്ധിച്ച ഫിഡലിറ്റി സർട്ടിഫിക്കറ്റുകളെല്ലാം എല്ലാ സംസ്ഥാന ബജറ്റ് രേഖയോടൊപ്പവും നിയമസഭയ്ക്ക് സമർപ്പിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇതൊക്കെ പരിശോധിക്കാൻ സമയം കണ്ടെത്തണം എന്നാണ് പറയാനുള്ളത്. പദ്ധതി നിർവഹണത്തിൻ്റെ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത കിഫ്ബി ഒരു പദ്ധതിയുടെ അംഗീകാരത്തിന് മുൻപും അതിനുശേഷവും പദ്ധതിയുടെ നിർവഹണ സമയത്തും അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുന്നതിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്.